ഇതിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നത്. അല്ല, ഇതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കൊടപ്പനക്കൽ തറവാട്. ഞാൻ കേട്ടറിവുള്ളത് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ തറവാട്ടിലൊന്ന് കയറണം, അനുഗ്രഹം വാങ്ങണമെന്ന്. ഇന്നാണത് സാധിച്ചത്. അത് PK ഫിറോസും അലിസാറും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചത്. എന്തായാലും ആ അനുഗ്രഹം കേരളത്തിലെല്ലാ ആളുകളുടെയും എന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇവിടെ വരാനും തങ്ങളെ കാണാനും അദ്ദേഹത്തിൻ്റെയോട് അനുഗ്രഹം വാങ്ങാനും 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും കഴിഞ്ഞതിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായിട്ട് ഞാൻ കാണുന്നു. ഇല്ല, സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇത് തികച്ചും ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിസിറ്റും ഒരു അനുഗ്രഹം വാങ്ങലും കൂടിയാണ്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്. മലമ്പുഴ BJP ആണ് 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് 2 തവണയായിട്ട് UDF ആണ്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തിന്മയുടെ രാഷ്ട്രീയത്തെ വെടിയാനും ഇപ്പോഴത്തെ ഈ ഒരു ഭരണത്തെയും അതുപോലെ തന്നെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെയും എതിർക്കാനും ജനങ്ങളാകെ കാത്തിരിക്കുകയാണ്. അത് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പറയേണ്ട ആൾ ഞാനല്ല. അല്ല, ഹൈപ്പോത്തിക്കലാണത്. അത് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ തീരുമാനം വരട്ടെ, നമുക്ക് ആലോചിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.